നമസ്കാരം. ടി.പി. കേസ് പ്രതികളെ പിടികൂടിയത് സാഹസികമായിട്ടായിരുന്നു. മുടക്കോഴി മലയിലെ ആ ഓപ്പറേഷൻ സിനിമയെയും തോൽപ്പിച്ചു എന്ന് തന്നെയാണ് വസ്തുത. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ്. പക്ഷേ കേസിൽ കുറ്റക്കാരെന്ന വിചാരണ കോടതി വിധിച്ചിട്ടും പ്രതികൾ സർവ്വസ്വതന്ത്രരായിരുന്നു. രാഷ്ട്രീയ കരുത്തിൽ അവർ നിരന്തരം പുറത്തെത്തി. വീണ്ടും കൊട്ടേഷനുകൾ ഏറ്റെടുത്തിരുന്നു. ഇതെല്ലാം കേരളീയ പൊതുസമൂഹം ഞെട്ടലോടെയാണ് കാണുകയും കേൾക്കുകയും ചെയ്തത്. ഇതിലാണ് ഹൈക്കോടതി വിധി വിരാമമിടുന്നത്. ഇനി അവർക്ക് പരോളില്ലാത്ത 20 കൊല്ലം ജയിൽ ശിക്ഷ ഉറപ്പായിട്ടുണ്ട്. വിചാരണ കോടതി വിധിച്ച ശിക്ഷാ കാലയളവ് ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. കേസിലെ ഒന്നാം പ്രതിയായ MC അനൂപ് ഉൾപ്പെടെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ ജീവപര്യന്തം തടവ് ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുകയായിരുന്നു. പ്രതികൾക്ക് പരോൾ നൽകരുതെന്നും കോടതി വിധിച്ചു. പുതുതായി കൊലപാതക ഗൂഢാലോചനയിൽ കുറ്റക്കാരാണെന്ന ഹൈക്കോടതി കണ്ടെത്തിയ 10ാം പ്രതി KK കൃഷ്ണൻ, അതായത് മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം, 12ാം പ്രതി ജ്യോതി ബാബു, കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റിയിലെ അംഗമാണ് എന്നിവരെ ജീവപര്യന്തം തടവിനുമാണ് കോടതി ശിക്ഷിച്ചത്. കേസിലെ 1 മുതൽ 7 വരെയുള്ള പ്രതികളായ MC അനൂപ്, മനോജ് കുമാർ, അതായത് കിർമാണി മനോജ്, NK സുനിൽകുമാർ എന്ന കൊടിസുനി, TK രജീഷ്, MK മുഹമ്മദ് ഷാഫി, S സജിത്ത്, അതായത് അണ്ണൻ സിജിത്ത്, K ഷിനോജ്, ഗൂഢാലോചനയിൽ ശിക്ഷയനുഭവിക്കുന്ന 8ാം പ്രതി KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ, ട്രൗസർ മനോജ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, 18ാം പ്രതി PV റഫീഖ്, KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി വിധിച്ചത്. കൊടിസുനിയെ പൊക്കാൻ പോലീസ് എത്തിയത് സാഹസിക നീക്കമായിരുന്നു. വടകരയിൽ നിന്ന് മാഹി, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി വഴി പെരിങ്ങാനത്ത് എത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത്. മാഹിയിൽ നിന്ന് മറ്റൊരു ചെറു സംഘം ഉരുവച്ചാൽ, മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി. 3ാമത്തെ സംഘം മുഴക്കുന്ന് കടുക്കാപ്പാലം വഴി മുടക്കോഴി മലയിലേക്ക് കയറിയെത്തി. മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലകയറ്റം. മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹന പരിശോധനയ്ക്കെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ്. DYSP AP ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ 20ലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്ന് ടിപ്പർ ലോറിയിൽ പുലർച്ചെ 2 മണിയോടെ മുഴക്കുന്നിൽ എത്തി. ചെങ്കല്ലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തിരഞ്ഞെടുത്തത്. അന്ന് പുലർച്ചെ 2 മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത്. അപ്പോഴേക്കും മഴ തുടങ്ങി. സംഘത്തിന് മഴ ഉപദ്രവവും അനുഗ്രഹവുമായി. മഴ കനത്തതോടെ മലകയറ്റം ദുഷ്കരമായി. മൊബൈൽ ഫോണുകൾ നനഞ്ഞു കേടായി. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും കേൾക്കാത്തത് ഗുണം ചെയ്തു. സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് 4 കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു. ഒളിസങ്കേതം കണ്ടെത്തുമ്പോൾ പുലർച്ചെ 4 മണിയായി. മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴി മലയിൽ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും സംഘവും കഴിഞ്ഞിരുന്നത്. കൂടാരം വളഞ്ഞ പോലീസ് അകത്ത് കടക്കുമ്പോൾ കൊടിസുനി, ഷാഫി, കിർമാണി മനോജ് എന്നിവരും 3 സഹായികളും സുഖനിദ്രയിലായിരുന്നു. പോലീസാണെന്ന് അറിയിച്ചപ്പോഴേക്കും തോക്ക് ചൂണ്ടി എതിരിടാനായി ശ്രമം. അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ സംഘത്തെ പോലീസ് കീഴടക്കി. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശമായതിനാലും പാർട്ടി ഗ്രാമം എന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല. നേരത്തെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് മുഴക്കുന്നിലെ മലഞ്ചെരുവിൽ ഒളിവിൽ താമസിക്കാൻ കൊടിസുനിയും സംഘവും തീരുമാനിച്ചത്. മുടക്കോഴി മലമുകളിലേക്കുള്ള 2 കിലോമീറ്റർ ദൂരം സുനി കയറിയത് കൂടെയുള്ളവരുടെ കൈത്താങ്ങിലാണ്. സുനിയുടെ കാലിലെ പരിക്ക് ഭേദമാകാത്തത് താവളം മാറാൻ തടസ്സമായി. നന്ദി.